ബഹുമാനപ്പെട്ട ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ബഹുമാനപ്പെട്ടവരുടെ കയ്യിലേക്ക് അതാ കൊടുക്കുന്നു 500 ദിർഹം കൊടുക്കാൻ അവിടുന്ന് രാജാവ് ഓർഡർ ഇടുകയാണ്. 500 സ്വർണം കൊടുക്കാനാണ് ഓർഡർ ഇട്ടത്. പക്ഷേ വകുപ്പ് മേധാവികൾ ഈ പണ്ഡിതന്റെ ധൈര്യവും സ്ഥൈര്യവും ഒക്കെ കണ്ടപ്പോ അവരുടെ വക 500 കൂടെ സ്വർണം കൊടുത്തു. ഹലാലായ സ്വർണം തന്നെ. ശാഫി ഇമാം പറയുകയാണ്, ജീവിതത്തിൽ ആദ്യമായിട്ടാണ് എൻ്റെ കയ്യിൽ 1000 സ്വർണം ഒരുമിച്ച് വരുന്നത്, സ്വർണ്ണ നാണയം. അപ്പോൾ പ്രതികൂലികൾ കൽത്തുറുങ്കിലിട്ടിട്ട് കുലുങ്ങിച്ചിരിക്കാമെന്ന് വിചാരിച്ച് ആളുകൾ കാത്തിരിക്കുമ്പോൾ സടകുടഞ്ഞ് പുതിയ വിപ്ലവത്തിലേക്കാണ് പണ്ഡിതന്മാര് കടന്നു വരുന്നത്. അതാണ് ഇമാമുകളുടെ ചരിത്രം, അതാണ് ഇമാമുകളുടെ തുടർച്ച. അങ്ങനെ മഹാനവറുകൾ അതാ നിൽക്കുമ്പോൾ ഇറാഖിൽ നിന്ന് 4 വർഷത്തെ ജീവിതത്തിന്റെ ഇടയിൽ മഹാനവറുകൾ അപ്പോഴെല്ലാം പരിജ്ഞാനത്തിന്റെ പര്യവേക്ഷണത്തിലാണ്, അന്വേഷണത്തിലാണ്. പക്ഷേ ഇടയിൽ വെച്ച് മഹാനവറുകൾ ആലോചിച്ചു, എനിക്ക് മക്കയിലേക്കൊന്ന് പോകണം. അങ്ങനെ മക്കയിലേക്ക് മടങ്ങിപ്പോകുമ്പോൾ ഒരു കിഴിയിൽ മുഴുവനും നല്ല സ്വർണ്ണ നാണയവും കൊണ്ടാണ് മക്കയിൽ മാതാവിന്റെ അടുക്കലേക്ക് ചെല്ലുന്നു. അപ്പോഴാണ് മാതൃകായോഗ്യമായ മാതൃത്വത്തിന്റെ അവസാനിക്കാത്ത ഉദാഹരണമായ മഹദി അവറുകൾ ചോദിക്കുന്നു, മോനെ, അഷ്ടിക്ക് വകുപ്പില്ലാത്ത വീട്ടിൽ നിന്ന് പോയിട്ട് മോനിപ്പ വലിയ സ്വർണത്തിന്റെ കിഴിയും കൊണ്ടാണോ വരുന്നത്? ആ സമ്പാദ്യവും കൊണ്ട് ഈ വാതിൽക്കലേക്ക് കടക്കുന്നത് എനിക്കിഷ്ടമില്ല. അത് ഹറമിലെ പാവങ്ങൾക്ക് വിതരണം ചെയ്തോ. അപ്പോഴാണ് ശാഫി ഇമാം റളിയല്ലാഹു അൻഹു മാതാവിനോട് പറയുന്നു, ഉമ്മാ, ഞാൻ ദുനിയാവിനെ പ്രണയിച്ചിട്ട് കെട്ടിപ്പിടിച്ചു കൊണ്ടുവന്നതല്ല. ഇഹലോകത്തിന്റെ പളപളപ്പിൽ വഞ്ചിക്കപ്പെട്ടതല്ല. ആത്മീയതയുടെ അസ്ഥിവാരങ്ങളെ മാറ്റിവെച്ചതല്ല. മണി ഓറിയന്റഡ് സാമൂഹിക ഘടനയുടെ ഇരകളായി ജീവിക്കുന്ന രക്ഷിതാക്കളെ, എന്റെ മകളുടെ ഭർത്താവ് പണക്കാരനാകണമെന്ന ഒരൊറ്റ ഡിമാൻഡേ നമുക്കുള്ളൂ. അവന്റെ ആദർശമേതാകട്ടെ, അവൻ താരിഖു സ്വലാത്താകട്ടെ, പ്രശ്നമില്ല. അതിൽ നിന്ന് മാറിയിട്ട് എന്റെ അജണ്ട അല്ലാഹുവിന്റെ ദീനാകണം. എന്റെ മകളെ ഏൽപ്പിച്ചു കൊടുക്കുന്നവൻ 5 നേരത്തെ നിസ്കാരമുള്ള, അല്ലാഹുവിനെ കൃത്യമായി ഉൾക്കൊള്ളുന്ന, പാരമ്പര്യ ഇസ്ലാമിന്റെ പഹനീയമായ തലത്തിലുള്ളവനാകണമെന്ന കണിശബോധമില്ലെങ്കിൽ, രക്ഷിതാക്കളെ, നാളെ ഈ പെൺമക്കൾ നിങ്ങളെ പിടിച്ച് പടച്ചവന്റെ കോടതിയിൽ പ്രതിക്കൂട്ടിലാക്കും. ആലോചിക്കേണ്ടതാണ്. അതുകൊണ്ടെന്ന് നമ്മുടെ വിചാരങ്ങൾ മുഴുവനും പണത്തിന്റെ മേഖലയിലേക്ക് മാറി, പണാധിപത്യത്തിന്റെ ഇരകളായി മാറിയ പുതിയ സമുദായത്തിന്റെ വക്താക്കളെ, ഇസ്ലാമിന്റെ ഭാവം അങ്ങനെയല്ല, ഭാഷ എങ്ങനെയല്ല. അതുകൊണ്ട് നമ്മൾ കടന്നു വരേണ്ടത് ആത്മീയതയുടെ തലത്തിലേക്കാണ്. എന്റെ മകളെ കല്യാണം കഴിക്കുന്നവൻ അല്ലാഹുവിനെ അറിയുന്നവനും ആരാധിക്കുന്നവനുമാകണം. ഹബീബായ നബിയെ പ്രണയിക്കുന്നവനും അനുസരിക്കുന്നവനുമാകണം. ഈ സംസ്കാരങ്ങൾ മുഴുവനും മാറ്റിയിട്ട് 4 ചില്ലറയുള്ളവനാകണമെന്ന് മാത്രം ചിന്തിക്കുന്ന പുതിയ കാഴ്ചപ്പാടുകളെ, അത് വിപത്തിന്റെ സൂചനയാണ്. അത് അപകടത്തിന്റെ വഴികളാണ്. നിന്റെ മകൾക്കൊരു ജീവിതം താൽക്കാലികമായ ലോകത്തിലെ താൽക്കാലികമായ ഒരു ആസ്വാദനത്തിന്റെ ജീവിതമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, ഈ ഭൗതികമായ ജീവിതമെന്ന് പറഞ്ഞാൽ ഒരാൾ കാണുന്ന സ്വപ്നം പോലെയാണ്.
അതിൽ ചില നല്ലതും ചില മോശവും കാണും. അങ്ങനെ സ്വപ്നം കണ്ട് കിടക്കുമ്പോഴങ്ങ് ഉണർന്നു, അപ്പോഴേക്ക് ദുനിയാവ് കഴിഞ്ഞു. ഇതുപോലെയാണ്. അലി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, എനിക്കൊന്ന് വിശദീകരിച്ചു തന്നേ ദുനിയാവിനെ കുറിച്ച്. അപ്പൊ അലി റളിയല്ലാഹു അൻഹുവിന്റെ ചോദ്യം വലിയ എക്സ്പ്ലനേഷൻ ആണോ ആവശ്യപ്പെടുന്നത്, അല്ല ചെറിയ വാക്യമാണോ ആവശ്യപ്പെടുന്നത്? അലി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, സമയം കുറച്ചേ ഉള്ളൂ, ചെറിയൊരു വാചകമാണ് ആവശ്യപ്പെടുന്നത്. ഉടനെ മഹാനവറുകൾ പറയുന്നു, ഹലാലുഹാ ഹിസാബ് വഹറാമുഹാ അന്നാർ. എത്ര നല്ല ആഴമുള്ള വാചകമാണ്. ദുനിയാവിൽ നിന്ന് ഹലാലാണോ നീ ഉപയോഗിക്കുന്നത്, അതിന് പടച്ചവന്റെ കോടതിയിൽ കണക്ക് പറയേണ്ടതാണ്. കോടിപതിയെങ്കിൽ കോടിയുടേത്, ലക്ഷപ്രഭുവെങ്കിൽ അതിൻ്റേത്, 1000 ഉള്ളുവെങ്കിൽ അതിൻ്റേത്. അങ്ങനെ ഉള്ളതിൻ്റെ കണക്ക് പടച്ചവന്റെ കോടതിയിൽ ബോധിപ്പിക്കൽ അനിവാര്യമാണ്. അപ്പോൾ ദുനിയാവിൽ നിന്ന് ഹലാലാണോ നീ എടുത്തത്, അത് നിനക്ക് കണക്ക് ബോധിപ്പിക്കേണ്ടതാണ്. ഹറാമാണോ നീ എടുത്തത്, നിന്നെ നരകത്തിലേക്ക് വലിച്ചുകൂട്ടുന്നതാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട പുത്രിയെ കൂട്ടുകാരിയായി സ്വീകരിക്കുന്ന പുതിയ മാപ്പിള അല്ലാഹുവിൻ്റെ ഹബീബിനെ അറിയുന്നതും ആദർശത്തിൻ്റെ കാവലാളുമായി മാറണമെന്ന കണിശമായ നിർബന്ധം രക്ഷിതാക്കൾക്ക് വരണം. അതല്ലേ അധികാരത്തിൻ്റെ മുഴുവൻ അധികാരത്തിൻ്റെ സാകല്യങ്ങളെല്ലാം കൈകാര്യം ചെയ്തിരുന്ന ഭരണാധികാരികളുടെ അരമനയിലേക്ക് മക്കള് ചോദിച്ചപ്പോ മസ്ജിദുൻ നബവിയിൽ ദർസ് നടത്തുന്ന പണ്ഡിത കേസരികൾ പറഞ്ഞു, കൊട്ടാരത്തിലേക്ക് വിടാൻ എനിക്ക് മകളില്ല, എന്റെ മോളെ സ്വർഗത്തിലേക്ക് വിടാനുള്ള മോള. അതുകൊണ്ട് രക്ഷിതാവേ, നിങ്ങളുടെ മകളെ കെട്ടിച്ചു വിട്ടിട്ട് പിന്നീട് അവള് മരിച്ചിട്ട് അവൾക്ക് അവസാനം സ്വർഗപ്രവേശമാണോ വേണ്ടത്, അതല്ല താൽക്കാലികമായ ഭൂമി ലോകത്തെ സ്വർഗം മാത്രമാണോ വേണ്ടത്? ആലോചിക്കേണ്ടതും തീരുമാനിക്കേണ്ടതും നിങ്ങളാണ്. സമവാക്യങ്ങൾ മാറ്റി എഴുതേണ്ടത് നമ്മളാണ്. ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളേണ്ടവരാണ് നമ്മൾ. വിശദീകരിക്കുന്നില്ല. അങ്ങനെ അതാ ബഹുമാനപ്പെട്ട ഇമാമുന ശാഫഈ തങ്ങള് പണക്കിഴിയും കൊണ്ട് മക്കത്തേക്ക് വരുമ്പോ മാതാവ് പറയുന്നു, മോനിവിടുന്ന് മെല്ലെ ഇറങ്ങിക്കോ, കൊണ്ടുവന്ന മുഴുവൻ സമ്പത്തും അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ചോ, എന്നിട്ട് കൈയും കാലിയായി ഒരു വിജ്ഞാനിയായി അകത്തേക്ക് കടക്കൂ മോനെ. മുഹമ്മദ് ബിൻ ഇദ്രീസ് ശാഫഈ എന്ന ഇമാം അവർക്ക് യാതൊരു പരിഭവവുമില്ല. മുഴുവനും ഹറമിന്റെയും പരിസരത്തുമുള്ള പാവങ്ങൾക്ക് വിതരണം ചെയ്തിട്ട് മാതാവിന്റെ പ്രീതി അനുസരിച്ച് വീട്ടിലേക്ക് വരുന്നു. വഅയ്യനഹു മുദർരിസൻ, മഹാനവറുകളെ മക്കത്തെ പള്ളിയിൽ മുദർരിസായി വെക്കുകയാണ്. അങ്ങനെ നോക്കുമ്പോഴോ ലോകത്തുനിന്ന് വരുന്ന മുഴുവൻ ആളുകളും നോക്കുമ്പോ മസ്ജിദുൽ ഹറാമിൽ വലിയ ദർസ് നടക്കുന്നുണ്ട്. ചെറിയ ചെറിയ ദർസുകൾ വേറെയുമുണ്ട്. ഇന്നും മക്കത്തെ പള്ളിയിൽ ചെന്നാൽ ഒരുപാട് ദർസുകൾ കാണാം. മത്താഫിൽ നടക്കുന്ന സമീപകാലത്ത് ഒരു മുഹമ്മദുൽ മക്കിയുടെ ദർസ് ഉണ്ടായിരുന്നു. ഒരുപാട് ആളുകൾ കൂടാറുണ്ട്. മവാസിമുൽ ഹജ്ജിലും അല്ലാതെയും ഹജ്ജിന്റെ സീസണിലും അല്ലാതെയും വലിയ വലിയ ദർസ് നടക്കാറുണ്ട്. അപ്പൊ ചിലതിലൊക്കെ കുറഞ്ഞ ആളുകളെ കാണൂ. അത് പണ്ഡിതന്മാരുടെ യോഗ്യതയും വിശദീകരണ പാഠവും അനുസരിച്ചാണ് അവിടുത്തെ ആളുകളുടെ എണ്ണം. അങ്ങനെ ശാഫി ഇമാം തങ്ങളുടെ ദർസോ പള്ളി നിറയുന്ന വലിയ ദർസാണ്. അബ്ദുല്ലാഹിൽ ഫര്യാബി എന്ന് പറയുന്ന ലോകപ്രസിദ്ധനായ പണ്ഡിതൻ പറയാണ്, ഞാനിങ്ങനെ മസ്ജിദുൽ ഹറാമിലൂടെ നടക്കുമ്പോൾ വലിയൊരു ദർസ് കാണുന്നു. ഒരു ചെറുപ്പക്കാരനാണ് അതിന് നേതൃത്വം കൊടുക്കുന്നത്. വന്നിരുന്നിട്ട് പറയാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചോദിച്ചോ, ഞാൻ അല്ലാഹുവിന്റെ കിതാബിൽ നിന്ന് റസൂലുള്ളാഹിന്റെ ഹദീസിൽ നിന്ന് സ്വഹാബികളുടെ വചനത്തിൽ നിന്ന് മറുപടി പറയാം.
മദ്ഹബിനെ സ്വതന്ത്ര ചിന്തയാണെന്ന് ആരോപിച്ച് അവഗണിക്കുന്ന ആരോപകന്മാരെ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു അടക്കമുള്ള മുജ്തഹിദുകൾ ഐൻസ്റ്റൈനെ പോലെ സ്വന്തം ഗവേഷണം നടത്തിയ ആളുകളല്ല. അല്ലാഹുവിന്റെ കിതാബിലില്ലാത്തതൊന്നും അവര് പറയാൻ മുതിർന്നിട്ടില്ല. പ്രമാണങ്ങളില്ലാത്തതൊന്നും അവരുടെ വകയായി പറഞ്ഞിട്ടില്ല. അവർ പ്രമാണങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയല്ലാതെ ഒരു വാക്കും പറഞ്ഞില്ല. ശാഫി ഇമാം തങ്ങൾ പറഞ്ഞില്ലേ, നിങ്ങൾ കൈകെട്ടേണ്ടത് എവിടെയാണെന്ന്. അപ്പോഴതാ ഒരുത്തൻ ഇതാ 1000 കൊല്ലം കഴിഞ്ഞൊരു ഹദീസിന്റെ ചീന്തും എടുത്തുകൊണ്ട് വരുന്നു. അവിടല്ല കൈകെട്ടേണ്ടത്, വേറെവിടെയോ ആണെന്ന്. മോനെ, നീ ആരെയാണ് വെല്ലുവിളിക്കുന്നത്? 40 ലക്ഷത്തിലേറെ ഹദീസുകളെ മനനം ചെയ്ത് ഖനനം നടത്തി നിർദ്ധാരണം നടത്തിയ പണ്ഡിത കേസരിയെയാണോ നീ ചോദ്യം ചെയ്യുന്നത്? ആ ശാഫി ഇമാം പഠിപ്പിച്ചു തന്ന ഹദീസിനെയാണോ നീ എവിടുന്ന് കുറ്റം പറയുന്നത്, പരാമർശത്തെ? അപ്പൊ ശാഫി ഇമാമിന് നെഞ്ചത്തിന്റെ താഴെ കൈകെട്ടിയിട്ട് എന്തെങ്കിലും നേട്ടം കിട്ടാൻ പുതിയ മതമുണ്ടാക്കിയതാണോ? ബേശക്ക് അല്ല. മറിച്ചോ പ്രമാണം വെച്ചുകൊണ്ട് ലഭ്യമായതിൽ ഏറ്റവും സ്വീകാര്യമായതിനെ അടയാളപ്പെടുത്തിയതാണ്. നിദാനമില്ലാതെ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ വായിൽ ഇബ്നു ഹുജറിന്റെ ഹദീസ് അതിന്റെ പ്രമാണമായി നമ്മൾ ഉദ്ധരിക്കാറുണ്ട്. അതും അതിന്റെ ആശയവും സ്വീകാര്യോഗ്യമായി കിട്ടിയതുകൊണ്ടാണ് ശാഫി ഇമാം പറഞ്ഞത്. അല്ലാതെ റസൂലുള്ള പറഞ്ഞത് നെഞ്ചത്ത് കെട്ടാനാണ്, എന്റെ വക കുറച്ച് താഴോട്ട് ഇറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ച് ശാഫി ഇമാം മാറ്റി പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ആശയങ്ങളെയും കർമ്മപദങ്ങളെയും നവീകരിച്ചിട്ട് മുൻഗാമികളെ മുഴുവനും എതിർക്കുന്നവരെ ഒരൽപസമയം ആലോചിക്കുക. നിങ്ങളുടെ വിമർശനത്തിന്റെ ഇരകളാരാണ്? ചെറിയ ആളുകളല്ല. ലോകം സമ്മതിച്ച വൈജ്ഞാനിക പർവങ്ങളും ലോകം സമ്മതിച്ച ദിഷണാ കേന്ദ്രങ്ങളുമാണ്. അപ്പോഴതാ ഷാഫി ഇമാമിന്റെ ദർസ് നടക്കുമ്പോ എനിക്കും തോന്നി ഒരു ചോദ്യം അങ്ങ് ചോദിച്ചാലോ എന്ന്. മുഹമ്മദുൽ അബ്ദുല്ലാഹിൽ ഫരിയാബി പറയുകയാണ്, ഞാനും ഒന്ന് ചോദിച്ചാലോ എന്ന് വിചാരിച്ചു. ഇഹ്റാം ചെയ്താൽ കടന്നലിനെ കൊല്ലാൻ പാടുണ്ടോ എന്നൊരു മസല ഞാൻ അങ്ങ് ചോദിച്ചു. ഉടനെ ശാഫി ഇമാം തുടങ്ങുന്നത് സ്വന്തം ഗവേഷണത്തിലല്ല. മഹാനായ ശാഫി ഇമാമിന്റെ മറുപടി, വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫന്തഹൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ടുവന്നതിനെ സ്വീകരിക്കണം, നബി തങ്ങൾ വിരോധിച്ചതിനെ മാറ്റിവെക്കണം. ആ നബി തങ്ങൾ പറഞ്ഞതാണ്, എനിക്ക് ശേഷമുള്ള ഏറ്റവും വലിയ നീതിമാന്മാർ 2 പേരാണ്. ഒന്ന് സിദ്ദീഖുൽ അക്ബറും ഒന്ന് ഉമർ ബിൻ ഖത്താബുമാണ്. അതേ സമ്മതിച്ചു. ആ ഉമർ ബിൻ ഖത്താബ് തങ്ങൾ പറഞ്ഞു, ഇഹ്റാമിൽ ഒരാൾ കടന്നലിനെ കൊന്നാൽ പ്രശ്നമില്ലെന്ന്, അതുകൊണ്ട് കൊല്ലുന്നത് കൊണ്ട് പ്രശ്നമില്ല. എത്ര മനോഹരമായ മറുപടിയാണ്. ഇനി ഈ മസല വേണമെങ്കിൽ ഒരു പുത്തൻവാദിക്ക് കൊണ്ടുവരാം. ഇഹ്റാമിലുള്ള ആൾ എന്തിനെ കൊന്നാലും കുഴപ്പമാണെന്ന പൊതുവായ നിയമം പറയുന്ന ഹദീസ് ഉണ്ടാകാം. അതുകൊണ്ട് വന്നിട്ട് ഷാഫി ഇമാം പറഞ്ഞത് ഹദീസിനെതിരാണെന്ന് വാദിക്കാൻ ചിലപ്പം പുതിയ വാദികൾ വന്നേക്കാം. മോനെ, നാളെ ഇമാമുകളിലേക്ക് ചേർത്ത് വിളിക്കപ്പെടുമ്പോൾ നമ്മുടെ ഇമാമാരാണ്? ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു ആണ്. മലഅത ത്വബഖൽ അർളി ഇൽമൻ വഹിക്മതൻ കഅംബാഇ മൗലാനൻ നബി മുഹമ്മദി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രവചനത്തിന്റെ പര്യായമെന്നതുപോലെ ലോകം മുഴുവനും വിജ്ഞാനം കൊണ്ട് നിറച്ച മഹാനാണ് ബഹുമാനപ്പെട്ട ഇമാമുന ശാഫിഈ. അതുകൊണ്ട് നമ്മൾ ഇമാമുകളെ അറിയണം.
ഇമാമുകളുടെ വൈജ്ഞാനിക വിശാലത അറിയണം. ചിലർ വിചാരിക്കും നമ്മുടെ നാട്ടിലേക്ക് മുസ്ലിയാക്കന്മാരെ പോലെയും മൗലവിമാരെ പോലെയും കുറെ കൊല്ലം മുമ്പ് ജീവിച്ചിരുന്ന ഒരു മുസ്ലിയാരായിരുന്നു ഷാഫി ഇമാമെന്ന്. മോനെ, അല്ല അല്ല. ഈ ലോകത്തുള്ള മുഴുവൻ ആളുകളുടെയും ഇപ്പോൾ ജീവിച്ചിരിക്കുന്നവരുടെ വൈജ്ഞാനിക ഭണ്ഡാരങ്ങൾ മുഴുവനും ശേഖരിച്ചാലും ഷാഫി ഇമാം തങ്ങളുടെ വിജ്ഞാനത്തിന്റെ അയലത്തെത്തുകയില്ല. അത്രയും വലിയ സ്രോതസ്സായിരുന്നു ഇമാമുന ഷാഫിഈ തങ്ങൾ. കാരണം വിഷയങ്ങളുടെ നിർദ്ധാരണത്തിലെ ദിശണ പറയാനാണെങ്കിൽ ഒരു ദിവസം അത് തന്നെ വിശദീകരിക്കാനുണ്ട്. വിശദാംശങ്ങളിലേക്ക് കടക്കാനുള്ള സമയം പോരാ. ഷാഫി ഇമാം തങ്ങളുടെ അടുക്കലേക്ക് ഒരു കൂട്ടം ആളുകൾ വന്നുകൊണ്ട് ചോദിക്കുമ്പോൾ അവരുടെ ചോദ്യത്തിന് മുഴുവനും ഇമാമുന ഷാഫിഈ തങ്ങൾ ഞൊടിയിട കൊണ്ട് മറുപടി പറയുന്നുണ്ട്. അതിൽ ഒരൊറ്റ സാമ്പിള് മാത്രം ഞാൻ പറയാം. അതാ ഷാഫി ഇമാം തങ്ങളുടെ അടുക്കലേക്ക് ഹാറൂൺ റഷീദ് എന്ന ഭരണാധികാരിയുടെ സന്നിധാനത്തിൽ ഒരുപാട് പണ്ഡിതന്മാർ ഒരുമിച്ചുകൂടി. എന്നിട്ട് കുറെ ചോദ്യങ്ങൾ അങ്ങ് ചോദിക്കാൻ തുടങ്ങി. ഒന്നാമത്തെ ചോദ്യം എന്താണ്? മാ ഖൗലുക ഫീ റജുലിൻ ദബഹ ശാത്തൻ ഫീ മൻസിലിഹി സുമ്മ ഖറജ ഫീ ഹാജത്തിൻ ഫആദ വഖാല ലി അഹ്ലിഹി കുലൂ അൻതും വഹറാമുൻ അലയ്യ. ഒരാൾ വീട്ടിൽ നിന്ന് ആട്ടിനെ അറുത്ത് പാചകം ചെയ്യാൻ കൊടുത്തിട്ടങ്ങ് ഇറങ്ങി കഴിഞ്ഞപ്പോഴോ കുറച്ചു കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ കഴിച്ചോ, എനിക്കിത് ഹറാമാണ്. അപ്പൊ അവരെന്ത് പറഞ്ഞു? അലൈന കദാലിക, ഞങ്ങൾക്കും അങ്ങനെ തന്നെയാണെന്ന് പറഞ്ഞു. ഞങ്ങളും കഴിക്കുന്നില്ല എന്ന് പറഞ്ഞു. ഈ ചോദ്യത്തിന്റെ ലക്ഷ്യം എന്താണ്? ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു ഒരൊറ്റ കണ്ണടച്ചൊരൊറ്റ ചിന്ത, എന്നിട്ട് മറുപടി പറയുകയാണ്, ഇന്ന ഹാദർ റജുല കാന മുശ്രികൻ ഫദബഹ ശാത അല ഇസ്മിൽ അൻസാബി വഖറജ മിൻ മൻസിലിഹി ലിബഅദിൽ മുഹിമ്മാതി ഫഹദാഹു അല്ലാഹു ഇലൽ ഇസ്ലാമി ഫഅസ്ലമ ഫഹറമത് അലൈഹി ശാത വഇൻദമാ അലിമ അഹ്ലുഹു അസ്ലമുഹും ഐളൻ. ഇയാൾ ഒരു മുശ്രിക്കായ മനുഷ്യനായിരുന്നു. അയാളുടെ ബിംബങ്ങളുടെയോ അല്ലെങ്കിൽ പ്രതീകങ്ങളുടെയോ പേരിൽ ആടിനെ അറുത്തു. വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അല്ലാഹു തആലക്ക് ഹിദായത്ത് കൊടുത്തു, മുസ്ലിമായി. വീട്ടിലേക്ക് അകത്ത് കയറിയപ്പോൾ പറഞ്ഞു, ഞാൻ മുസ്ലിമാണ്, എനിക്കത് ഹറാമാണ്, നിങ്ങൾ കഴിച്ചോ, നിങ്ങൾ ഇസ്ലാമിലേക്ക് വന്നിട്ടില്ലല്ലോ എന്ന്. അപ്പൊ വീട്ടുകാർ മനസ്സിലാക്കി ഇയാൾ ഹിദായത്ത് കിട്ടിയെങ്കിൽ ഞങ്ങൾക്ക് എന്തിനാണ് കിട്ടാതിരിക്കുന്നത്? അലൈന കദാലിക, ഞങ്ങൾ നിങ്ങളെപ്പോലെ ഇസ്ലാമിലാണ്, അതുകൊണ്ട് ഞങ്ങൾക്കും ഹറാമാണ്. ഷാഫി ഇമാം തങ്ങൾ ഒരൊറ്റ മറുപടിയാണ്. അപ്പൊ രണ്ടാമത്തെ ചോദ്യം വരുന്നു. അതാ രണ്ട് ബുദ്ധിമാന്മാരായ മുസ്ലിമീങ്ങൾ കള്ളുകുടിച്ചു. അവിടുന്നോ ഫലിമാദാ യുഖാമുൽ ഹദ് അലാ അഹദിഹിമാ വലാ യുഖാമു അലൽ ആഖരി. ഒരാളുടെ മേൽ ഹദ് നടപ്പിലാക്കുന്നുണ്ട്, വേറൊരാളുടെ മേൽ ഹദ് നടപ്പിലാക്കുന്നില്ല. രണ്ട് മുസ്ലിമീങ്ങൾ കള്ളുകുടിച്ചതാണ്, ഒരാൾക്ക് ശിക്ഷയുണ്ട്, വേറെയാൾക്ക് ശിക്ഷയില്ല. അതെന്താണെന്ന് ഷാഫി ഇമാമിനോട് ചോദിക്കുമ്പോൾ പറയുകയാണ്, അഹദുഹുമാ കാന സ്വബിയ്യൻ വല്ലാഖറു ബാലിഗ. ഒന്ന് കുട്ടിയായിരുന്നു, ഒന്ന് പ്രായപൂർത്തിയായ ആളായിരുന്നു. രണ്ടിനും മുസ്ലിം എന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷേ പ്രായപൂർത്തിയാകുമ്പോഴേ ശിക്ഷാ നടപടിയുള്ളൂ, കുട്ടിക്ക് ശിക്ഷാ നടപടിയില്ല. അടുത്ത ചോദ്യം വരുന്നു ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുവിനോട്. زنا خمسة أفراد بامرأة فوجب على أولهم القتل وثانيهم الرجم وثالثهم الحد ورابعهم نصف الحد وآخرهم لا شيء. 5 പേർ പെണ്ണിനെ വ്യഭിചരിച്ചു. ഒന്നാമത്തെയാളെ കൊല്ലണം, രണ്ടാമത്തെയാളെ എറിയണം, മൂന്നാമത്തെയാളെ തല്ലണം. അവിടെ നാലാമത്തെയാൾക്ക് ഹദ്ദിന്റെ പകുതിയുണ്ട്, അഞ്ചാമത്തെയാൾക്ക് യാതൊരു കുഴപ്പമില്ല. എന്താണ് മറുപടി? ഷാഫി ഇമാം തങ്ങൾക്ക് വൈകാനില്ലല്ലോ. ഒന്നാമത്തെയാൾ വ്യഭിചാരം ഹലാലാണെന്ന് വാദിച്ചയാളാണ്, അതോടെ അയാൾ മുർത്തദ്ദായി അയാളെ കൊല്ലണം. രണ്ടാമത്തെയാളോ വിവാഹിതനാണ്, അപ്പോൾ അയാളുടെ മേൽ റജുമ നടപ്പിലാക്കണം. മൂന്നാമത്തെയാളോ അവിവാഹിതനാണ്, നാലാമത്തെയാൾ അടിമയാണ്, അയാൾക്ക് ഹദ്ദിന്റെ പകുതിയേ ഉള്ളൂ. അഞ്ചാമത്തെ ആള് ഭ്രാന്തനാണ്, അയാൾക്ക് ശിക്ഷയുമില്ല. അങ്ങനെ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുവിനോട് അടുത്ത ചോദ്യം ചോദിക്കുകയാണ്. ഒരാൾ നിസ്കരിച്ചു, വലത്തോട്ട് സലാം വീട്ടിയപ്പോഴോ അയാളുടെ ഭാര്യയെ അവിടുന്ന് ഒഴിവായി പോയി. ഇടത്തോട്ട് സലാം വീട്ടിയപ്പോഴോ നിസ്കാരം ബാത്തിലായി പോയി. അവസാനം ആകാശത്തേക്ക് നോക്കിയപ്പോഴോ 1000 ദിർഹം കൊടുക്കേണ്ടി വരികയും ചെയ്തു. എന്താണ് കാരണം? എന്താണ് മസല?
ഷാഫി ഇമാം തങ്ങൾ പറഞ്ഞു, വലത്തോട്ട് നോക്കിയപ്പോൾ ഇയാളൊരു പെണ്ണിനെ കല്യാണം കഴിച്ചത് ഭർത്താവ് ഈ നാട്ടിലില്ല, പോയി എന്ന നിലക്കാണ്. അയാളെ കല്യാണം കഴിച്ചതേ ഉള്ളൂ, വീട് കൂടിയിട്ടില്ല. അപ്പം ആളെക്കുറിച്ച് റിപ്പോർട്ടില്ലാത്ത ആളുടെ ഭാര്യയാണ് കല്യാണം കഴിച്ചത്. അയാൾ വന്നു എന്നറിഞ്ഞാൽ ഈ പെണ്ണുമായി ഇനി ബന്ധമില്ല, അയാൾ പഴയയാളുടെ ഭാര്യ തന്നെ. ഇടത്തോട്ട് തിരിഞ്ഞപ്പോഴാണ് തുണിയിൽ നജസ് കണ്ടത്, നിസ്കാരം ബാത്തിലായത് തന്നെ. ആകാശത്തോട്ട് നോക്കിയപ്പോഴാണ് മാസം പിറന്നു എന്ന് കണ്ടത്. ഈ മാസം പിറന്നാൽ 1000 ദിർഹം കൊടുക്കാമെന്ന് കടം വാങ്ങിയ ആളോട് വാഗ്ദാനം പറഞ്ഞിട്ടുണ്ട്. ആ കടം വീടേണ്ട ഡേറ്റായി പോയി. ഇങ്ങനെ 10-14 ചോദ്യങ്ങൾ വിശദീകരിക്കാനുള്ള സമയം ഇല്ല. ഇൻഷാ അല്ലാഹ് നാളെ നമുക്ക് സമയം കിട്ടിയാൽ ബാക്കി ഉദാഹരണങ്ങൾ പറയാം. ഇങ്ങനെയെല്ലാം അങ്ങ് ചോദിച്ചപ്പോ ഹാറൂൻ റഷീദ് വിളിക്കുകയാണ്, ഓ ഖുറൈശി സഹോദര, നല്ല ലഖദ് ബയ്യൻത ഫഅഹ്സൻത വഅബ്ബർത വഅഫ്തഹത, മോനെ നല്ല രസത്തിൽ നല്ല റെഡിയായിട്ട് മറുപടി പറഞ്ഞിട്ടുണ്ടല്ലോ. വഫസ്സർത ഫഅബ്ലഗത, നല്ല രസത്തിൽ മാക്സിമം മറുപടി പറഞ്ഞിട്ടുണ്ടല്ലോ. ഖാല ശാഫിഈയു, ഷാഫി ഇമാമിനെ കുരുക്കാൻ വന്ന ആളുകളാണല്ലോ രാജാവിന്റെ മുമ്പിൽ ചോദ്യം ചോദിച്ചിട്ട്. അപ്പൊ രാജാവിനോട് പറയാണ്, അതാലല്ലാഹു ഉംറ അമീറുൽ മുഅ്മിനീൻ, ഇന്നി സായിലുൻ ഹൗലായി മസ്അലതൻ ഫഇൻ അജാബു അലൈഹാ ഫൽഹംദുലില്ലാഹ് വഇല്ലാ ഫർജു അമീറുൽ മുഅ്മിനീൻ യകുഫ അന്നി ശർറഹും. അപ്പൊ പറയാൻ, ഇവരിപ്പോ എന്നോട് കുറെ ചോദ്യം ചോദിച്ചല്ലോ, ഞാൻ എല്ലാത്തിനും മറുപടി പറഞ്ഞല്ലോ, ഇവരോടെല്ലാവരോടും കൂടെ ഞാൻ ഒരു ചോദ്യം ചോദിച്ചോട്ടെ, മറുപടി പറഞ്ഞാൽ അൽഹംദുലില്ലാഹ്, മറുപടി പറഞ്ഞില്ലെങ്കിൽ എന്നെ ശല്യപ്പെടുത്തുന്ന നിർത്താൻ അവരോടൊന്ന് പറയണം. അമീറുൽ മുഅ്മിനീൻ, ഒരു ചോദ്യം ചോദിക്കട്ടെ. എന്നാ ചോദിക്കാൻ രാജാവ് പറഞ്ഞു, മാത്ത റജുലുൻ വതറക 600 ദിർഹമിൻ, ഒരു മനുഷ്യൻ മരിച്ചുപോയി, 600 ദിർഹമാണ് അയാളുടെ അനന്തര സ്വത്ത്. എന്നാൽ ഫലം തനൽ ഉഖ്തഹു മിൻ ഹാദിഹി തരികതി ഇല്ലാ ദിർഹമൻ വാഹിദ, ഈ 600 ദിർഹമിന്റെ മുതലാളിയായ ആള് മരിച്ചിട്ട് സഹോദരിക്ക് 1 ദിർഹമേ കിട്ടിയിട്ടുള്ളൂ. അതെങ്ങനെയാണ് മസ്അല വരിക? സഹോദരിക്ക് 1 ദിർഹമേ കിട്ടാനുള്ളൂ. അവിടെ ഇയാളുടെ അനന്തര സ്വത്തിൽ നിന്ന് മരിക്കുമ്പോ ഇദ്ദേഹത്തിന് 600 ദിർഹമിന്റെ ഉടമസ്ഥനാണ്. ആ മസ്അല ഒന്ന് പറഞ്ഞു തരാമോ? ഷാഫി ഇമാമിന്റെ മുമ്പിൽ ഫനലറൽ ഉലമാ, ഉലമാക്കൾ നോക്കി, ബഅ്ളുഹും ഇലാ ബഅ്ളിൻ തവീലൻ, അങ്ങോട്ടും ഇങ്ങോട്ടും കുറെ നേരം നോക്കി, ഇതിനെന്താ ആൻസർ പറയാ, ഇതിനെന്താണ് ഉത്തരം പറയുക? വലം യസ്തതി അഹദുഹും അൽ ഇജാബത അല സുആൽ, നേരം കുറെ വൈകിട്ട് മറുപടി ഇല്ലാഞ്ഞപ്പോ രാജാവ് പറഞ്ഞു, ഓ ഷാഫി, നിങ്ങൾ തന്നെ പറഞ്ഞു കൊടുത്തോ. ഷാഫി ഇമാമിന്റെ മറുപടിയാണ്, മാത്തഹാദർ റജുലു അൻ ഇബ്നതൈനി വ ഉമ്മിൻ വ സൗജത്തിൻ വ 12 അഖൻ വ ഉഖ്തിൻ വാഹിദ, മരിച്ച ആൾക്കോ അവിടുന്ന് അദ്ദേഹത്തിന് 2 പെൺമക്കളുണ്ട്, ഒരു ഉമ്മയുണ്ട്, ഭാര്യയുണ്ട്, 12 സഹോദരങ്ങളുണ്ട്, ഒരു സഹോദരിയുമുണ്ട്. ഫാഖദത്തിൽ ബിന്ദാനി സുലുസൈനി വഹുമാ 400, അവിടുന്ന് 2 സഹോദരിമാർക്ക് 2 പെൺമക്കൾക്കുള്ളതോ 400 ദിർഹമാണ്. വാഖദത്തിൽ ഉമ്മു സുദുസ, ഉമ്മാക്ക് 1/6 ഖുർആനിൽ അല്ലാഹ് പറഞ്ഞില്ലേ, വലി ഉമ്മിഹി സുദുസൂന്ന്, അത് 600-ൽ നിന്ന് 1/6 പറഞ്ഞാൽ 100 ദിർഹമാണ്. വാഖദത്തിൽ സൗജത്തു സുമുന, ഭാര്യയ്ക്കാണെങ്കിൽ 8/1, അപ്പൊ 75 ദിർഹം ഭാര്യയും എടുത്തു. വാഖദൽ 12 അഖൻ, അവിടുന്ന് 12 സഹോദരങ്ങളും കൂടെ 24 ദിർഹം എടുത്തു. ഫബഖിയ ദിർഹമുൻ വാഹിദുൻ, പിന്നെ 1 ദിർഹമേ ബാക്കിയുള്ളൂ. ലിൽ ഉഖ്തി, അത് സഹോദരിക്കുള്ള അനന്തരാവകാശമാണ്. അപ്പോഴേക്ക് നൽഫതബസ്സമർ റഷീദ് വഖാൽ, രാജാവ് സന്തോഷിച്ചിട്ട് പറയാണ്, മോനെ ഇങ്ങനെയാണ് വേണ്ടത്. അപ്പൊ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു ലോകത്തുള്ള വൈജ്ഞാനിക സാരഥ്യങ്ങളെ മുഴുവനും ദിഷണ കൊണ്ട് പരാജയപ്പെടുത്തിയ മഹാനാണ്. അങ്ങനെ ലോകം മുഴുവനും വൈജ്ഞാനിക സാരഥ്യം വഹിച്ച ബഹുമാനപ്പെട്ട ഇമാം അശ്ശാഫിഈ റളിയല്ലാഹു അൻഹുവിനോട് ഏതു വിധത്തിലുള്ള ചോദ്യം വന്നാലും അവിടെ മറുപടിയുണ്ട്. അങ്ങനെ അതാ ഒരിക്കലിരിക്കുമ്പോൾ നല്ല രസാവഹമായ മറുപടികളുണ്ട്. നാളെ സമയം കിട്ടിയാൽ പറയാം.
4 ദിവസവും ഷാഫി ഇമാമായി പോകുമെന്ന് ഞാൻ ഭയക്കുന്നുണ്ട്. എന്നാലും 4ാമത്തെ ദിവസം അഹ്മദ് ബിൻ ഹംബൽ ശൈബാനിയെ അല്പമെങ്കിലും പറയണമെന്ന് ഉദ്ദേശിക്കുകയാണ്. അല്ലാഹു മഹാന്മാരുടെ ബറക്കത്ത് കൊണ്ട് നമുക്ക് ഇൽമു വർദ്ധിപ്പിച്ചു തരട്ടെ. ബഹുമാനപ്പെട്ട ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുവിനോട് ഒരിക്കൽ ചോദിക്കുകയാണ്, മഅ്മൂൻ രാജാവ് ചോദിക്കുകയാണ്, വെറുതെ ഇരിക്കുമ്പോ യാ മുഹമ്മദ് ലിഅയ്യി ഇല്ലത്തിൻ ഖലഖല്ലാഹു ദുബാബ, അല്ലാഹു തആല ഈച്ചയെ എന്തിനാണ് പടച്ചത്? ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു ഒന്നാലോചിച്ചു. എന്നിട്ട് ഉടനെ പറഞ്ഞു, നിന്നെ പോലെയുള്ളവരെ നിന്ദ്യന്മാരാക്കാനാണ് അല്ലാഹു തആല ഈച്ചയെ പടച്ചത്. അപ്പൊ രാജാവിനോട് നോക്കുമ്പോഴോ അവിടുന്ന് ചോദിച്ചു, നിങ്ങളെപ്പോലെയുള്ളവരെ നിന്ദ്യന്മാരാക്കാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മദല്ലത്തൽ ലിൽ മുലൂകി യാ അമീറൽ മുഅ്മിനീൻ, ഓ അമീറുൽ മുഅ്മിനീനെ വിളിച്ചിട്ട് പറയാണ്, നിങ്ങളെപ്പോലെയുള്ള ഭരണാധികാരികളെ താഴ്ത്തി കെട്ടാനാണ് അല്ലാഹു തആല ഈച്ചയെ പടച്ചത്. ഫളഹിക്കൽ മഅ്മൂനു, മഅ്മൂൻ രാജാവ് ഒന്ന് ചിരിച്ചു. യാ മുഹമ്മദ് റഅയ്ത ദുബാബ യസ്ഖുതു അലാ ഖദ്ദി, എന്റെ കവിളത്ത് ഈച്ച ഇരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമല്ലേ, അതുകൊണ്ടല്ലേ മറുപടി പറഞ്ഞത്. അപ്പൊ ഷാഫി ഇമാം പറയുകയാണ്, നഅം യാ അമീറൽ മുഅ്മിനീൻ, ശരി തന്നെയാണ്. വലഖദ് സഅൽതനി വമാ ഇൻദി ജവാബ്, നിങ്ങൾ ചോദിക്കുന്ന സമയത്ത് എനിക്ക് യഥാർത്ഥത്തിൽ എന്റെ കയ്യിൽ മറുപടിയില്ല. വഅഖദനി മിൻ ദാലിക റഅദാ, അപ്പൊ എനിക്കൊരു ചെറിയ ഞെട്ടലുണ്ടായി, പടച്ചവനെ ഇതിനെന്താ മറുപടി പറയാണെന്ന്. അങ്ങനെ ഞാനിങ്ങനെ മറുപടി എന്ത് പറയണമെന്ന് ആലോചിക്കുമ്പോഴാണ് ഫലമ്മാ റഅയ്തു ദുബാബത ഖദ് സഖതത മിൻക ബിമൗളിഇൻ ലാ യനാലുഹു മൻ മഅഹു 10,000 സൈഫിൻ വ10,000 റുംഹിൻ ഫംഫതഹ ലീ ഫീഹൽ ജവാബ്. 1000 പട്ടാളക്കാരും 1000 കുന്തം കയ്യിലുണ്ടായാലും രാജാവിന്റെ മുഖത്തൊന്ന് തൊടാൻ പറ്റുമോ? പറ്റില്ലല്ലോ. ആ മുഖത്താണല്ലോ ഈ ഈച്ച വന്നിരിക്കുന്നത്. അപ്പൊ നിന്റെ പട്ടാളത്തിന് മൂല്യമില്ലെന്നും നിന്റെ അധികാരത്തിന് വില കുറവാണെന്നും കാണിച്ചു തരാനല്ലേ പാടത്തും പറമ്പിലും ഇരിക്കുന്ന ഈച്ച വന്ന് ഭരണാധികാരിയുടെ മോന്തയിലിരിക്കുന്നു. അത് കണ്ടപ്പോ എനിക്ക് മനസ്സിലായി, നിങ്ങളെ പോലെയുള്ള കൊമ്പന്മാരെ നിന്ദ്യരാണെന്ന് കാണിച്ചു തരാനാണ് അല്ലാഹു തആല ഈച്ചയെ പടച്ചതെന്ന് മഅ്മൂൻ രാജാവിന്റെ കൊട്ടാരത്തിൽ വെച്ച് മറുപടി പറയുന്നു. ഇങ്ങനെ മഹാന്മാരുടെ ബുദ്ധി എത്ര വിശാലമാണ്. അതുകൊണ്ട് ഇമാം അവറുകളതാ പരിശുദ്ധമായ മക്കയിൽ ഇരുന്നിട്ട് ലോക വൈജ്ഞാനിക ചർച്ചയിൽ മുഴുവനും ഇടപെടുമ്പോൾ ഇനിയും മഹാനവറുകൾ പോകാനുണ്ട്. എവിടേക്കാണ്? ഇറാഖിലേക്ക് പോകാനുണ്ട്. അതിന്റെ ഇടയിൽ ബഹുമാനപ്പെട്ട ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു അവിടുന്ന് വിദ്യാർത്ഥികളോട് ചർച്ച ചെയ്യുന്ന മറ്റൊരു മേഖലയുണ്ട്. മുത്തഅല്ലിമീങ്ങൾക്ക് അന്വേഷിക്കാവുന്നതാണ്. എല്ലാം പറയാൻ നമ്മുടെ പബ്ലിക് ഫോറത്തിന് സമയമില്ല, വിശാലതയില്ല. ചിലതൊക്കെ ഇങ്ങനെ പറഞ്ഞാൽ അങ്ങ് പെട്ടെന്ന് മനസ്സിലാകുന്ന വിഷയങ്ങളുമല്ല. അതുകൊണ്ട് പണ്ഡിതോചിതവും ഗഹനവുമായ വിഷയങ്ങളിലേക്ക് ഇപ്പൊ തൽക്കാലം ഇതിൽ ഞാൻ കടക്കുന്നില്ല. ബഹുമാനപ്പെട്ട ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു പറയുകയാണ്, അതാ ഒരു ദിവസം വരുന്നു. ആരാണ്? ദാത്ത യൗമിൻ ദഖല റബീഉ ബിൻ സുലൈമാൻ അലൽ ഇമാം ശാഫിഈ. റബീഉ ബിൻ സുലൈമാൻ എന്നവർ ഷാഫി ഇമാമിന്റെ അടുക്കലേക്ക് കടന്നു വരികയാണ്. അപ്പൊ ചോദിക്കുകയാണ്, ഷാഫി ഇമാമിന് കുറച്ചൊരു ക്ഷീണമുണ്ട്. അപ്പൊ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയാണ്, കൈഫ അസ്ബഹത, എങ്ങനെയുണ്ട് ഉസ്താദേന്ന്. അപ്പൊ പറഞ്ഞു, അസ്ബഹതു ലഈഫാ, ഞാൻ കുറച്ച് ക്ഷീണത്തിലാണ്. ഖാല റബീഉ, റബീഉ എന്ന ശിഷ്യൻ പറയുകയാണ്, ഖവ്വല്ലാഹു ലഅഫക, നിങ്ങളുടെ ക്ഷീണം അല്ലാഹു ശക്തിപ്പെടുത്തി തരട്ടെ എന്നാണ് അതിന്റെ നേരെ അർത്ഥം. അപ്പൊ ബഹുമാനപ്പെട്ട ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു ചിരിച്ചു, യാ റബീഉ അജാബല്ലാഹു ഖൽബക വലാ അജാബ ലഫളക, നിന്റെ മനസ്സ് അല്ലാഹു തആല സ്വീകരിക്കട്ടെ, വാക്കല്ല സ്വീകരിക്കാതിരിക്കട്ടെ. കാരണം ഇൻ ഖവ്വാ ലഅഫി അലയ്യ ഖതലനി, എന്റെ ക്ഷീണം ശക്തിപ്പെടട്ടെ എന്ന് പറഞ്ഞാൽ ക്ഷീണം കൂടട്ടെ എന്നല്ലേ അതിന്റെ അർത്ഥം. അങ്ങനെ ക്ഷീണം കൂടിപ്പോയാൽ ഞാൻ അങ്ങ് മരിച്ചു പോകൂലേ. ഖവ്വാകല്ലാഹു അലാ ലഅഫിക, നിങ്ങളുടെ ക്ഷീണത്തിന്മേൽ അല്ലാഹു ആരോഗ്യം തരട്ടെ എന്നാണ് മോനെ പറയേണ്ടത്. അതുകൊണ്ട് പ്രയോഗം ശരിയായില്ല. അപ്പൊ റബി എന്നവര് പറയാണ്, മാ അറത്തു ഇല്ലാ ഖൈറാ, ഉസ്താദേ ഞാൻ നല്ലത് മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ, അറിഞ്ഞുകൊണ്ട് പറഞ്ഞതല്ല.
അപ്പൊ ഷാഫി ഇമാമിന് ശിഷ്യനോടുള്ള ബന്ധം കണ്ടോ? അജൽ മോനെ ശരിയാണ്. വല്ലാഹി യാ ബുനയ്യ ലൗ തസ്തിമനി അൽസറാഹൻ ലഅലിംതു അന്നക ലം തുരിദ്. നീ എവിടുന്ന് പരസ്യമായി എന്നെ ചീത്ത വിളിച്ചാലും നീ ആ ചീത്ത ഉദ്ദേശിച്ചിട്ടില്ലെന്നേ ഞാൻ മനസ്സിലാക്കുകയുള്ളൂ. നമ്മൾ തമ്മിൽ അങ്ങനെ കൽബ് കൊണ്ട് ബന്ധമുള്ളവരാണ് റബീ. അതുകൊണ്ട് വിഷമിക്കേണ്ടതില്ല. ആധുനാധുനികതയുടെ പടപടപ്പിൽ നിന്ന് ഗവേഷണത്തിന്റെ ക്യാപിറ്റൽ അവകാശപ്പെടുന്ന പുതിയ ഗവേഷണത്തിന്റെ വാദികളെ, നിങ്ങൾക്ക് ഇമാമിങ്ങളുടെ രോമം തൊടാനുള്ള യോഗ്യത പോലുമില്ല. കാരണം ഇമാമുകൾ ഈ ലോകത്തുള്ള വൈജ്ഞാനിക പർവ്വങ്ങൾ മുഴുവനും കൈപ്പിടിയിൽ ഒതുക്കിയിട്ട് ലോകത്തിന് സംഭാവന ചെയ്ത മഹാന്മാരാണ്. ഒരായത്തിന്റെ തണലിൽ നിന്നുകൊണ്ട് 1000 മസലകളെ കണ്ടെടുത്ത മഹാന്മാരാണ് ഇമാമുകൾ. അതെല്ലാം മാറ്റിവെച്ചിട്ട് ഇന്ന് ലോകത്തൊരു വലിയ വൈരുദ്ധ്യം നടക്കുന്നുണ്ട്. എന്താണെന്നറിയുമോ? ഏതെങ്കിലും ഒരു സാധാരണക്കാരൻ ഒരു ഖുർആൻ പരിഭാഷ വായിക്കും. ആ പരിഭാഷയാണ് ഖുർആൻ എന്ന് മനസ്സിലാക്കും. അതിലില്ലാത്തതെല്ലാം ഖുർആനിന് എതിരാണെന്നോ അവരങ്ങ് കൽപ്പിക്കും. എന്നിട്ട് പറയും ഖുർആനിലില്ലല്ലോ മുസ്ലിയാരേന്ന്. മോനെ നിനക്ക് ഖുർആൻ അറിയുമോ? എനിക്ക് ഖുർആനും അറബിയൊന്നും അറിയില്ല, ഞാൻ ട്രാൻസ്ലേറ്റർ വായിച്ചിട്ടുണ്ട്. അപ്പോ നീ വായിച്ചത് പടച്ചവന്റെ കലാമല്ല, ഏതോ ഒരുത്തന്റെ മലയാളത്തിലുള്ളതോ ഇംഗ്ലീഷിലുള്ളതോ ആയ വാചകമാണ്. അതിൽ ദുനിയാവിലുള്ളതെല്ലാം ഉണ്ടാകണമെന്ന വാദം ശരിയല്ല. ഈ ഒരു ചിന്തയാണ് നീ സമൂഹത്തെ മുഴുവനും നശിപ്പിച്ചത്. നിങ്ങൾക്ക് അല്ല തന്ന ബുദ്ധിയില്ലേ? ഒന്ന് ആലോചിച്ചു നോക്കൂ. ഖുർആനിന്റെ പ്രയോഗം അറിയാൻ ആ ട്രാൻസ്ലേഷനുകളിൽ വകുപ്പില്ല. ഏതോ 2 പേരോ ഒരാളോ എഴുതിയ ഖുർആൻ പരിഭാഷ ഉണ്ടാകും. അതിങ്ങനെ വായിച്ചു നോക്കി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, പരമകാരുണികനും കരുണാനിധിയും അല്ലെങ്കിൽ കരുണാകരനും കരുണാനിധിയുമായ ദൈവത്തിന്റെ നാമത്തിൽ പഴയ രണ്ട് ഒരു മുഖ്യമന്ത്രിയും ഒരു പഴയ മുഖ്യമന്ത്രി ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് അവരുടെ 2 പേരുടെയും നാമധേയത്തിൽ എന്താണ് ഇതിന്റെ ബാക്കിയെന്നോ തലയെന്നോ പ്രയോഗത്തിന്റെ വ്യാപ്തിയോ ഒന്നും അറിയില്ല. എന്നിട്ട് പറയും മുസ്ലിയാരെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീമിൽ ഇത്രയല്ലേ ഉള്ളൂ. മോനെ നീ ബിസ്മി മനസ്സിലാക്കിയിട്ടില്ല. ഇമാമുകൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീമിന് മാത്രം വ്യാഖ്യാനമായി സ്വതന്ത്ര ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്. തഫ്സീറു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീമിന്റെ തഫ്സീർ മാത്രം എഴുതിയ മഹാന്മാർ, അത് 100 കണക്കിന് പേജുള്ള വോള്യംസ് വരെയുള്ള കിതാബുകളുണ്ട്. അപ്പൊ അത്രയും ഗഹനമാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീമിന്റെ വ്യാഖ്യാനം. അതല്ല ജസ്റ്റ് വേർബൽ ട്രാൻസ്ലേഷൻ മാത്രമാണ് ഇതുകൊണ്ട് ലക്ഷ്യമെങ്കിൽ അത് വിശദീകരിക്കാൻ റസൂലുള്ളാഹിന്റെ ആവശ്യമില്ല. അറബികൾക്കറിയാം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീമിന്റെ നേരെയുള്ള അർത്ഥമറിയാം. പക്ഷേ അറബി ഭാഷയിലുള്ള ഖുർആൻ അറബികളായ ആളുകൾക്ക് പോലും അതിന്റെ വാക്യാർത്ഥത്തിൽ നിന്ന് മനസ്സിലാകാത്തത് കൊണ്ടാണ് അറബികളിലേക്ക് അറബിയിലിറക്കിയ ഖുർആനിനെ വിശദീകരിക്കാൻ അല്ലാഹ് കൂടെ വിടുന്നു റസൂലുള്ളാഹിനെ. ലിതുബൈന ലിന്നാസ്, നബിയെ ഖുർആൻ മാത്രം കൊടുത്താൽ അവർ അറബിയാണെങ്കിലും അറബിയിലുള്ള ഖുർആൻ അവർക്ക് മനസ്സിലാവൂല. ലിതുബൈന ലിന്നാസി, തങ്ങളുടെ എക്സ്പ്ലനേഷൻ വേണം, എന്നാലേ മനസ്സിലാവുകയുള്ളൂ. നബിയെ അവിടുന്ന് വിശദീകരിച്ചു കൊടുക്കണേ നബിയെ. नूर की सागर नूर की जलवा नूर की जल का झा मदीना तुझे सलाम. മാലോകരുടെ മുഴുവനും അനുരാഗത്തിന്റെ അത്തിവാരങ്ങളെ മദീനയുടെ മണൽപ്പരപ്പിലേക്ക് ഹൃത്തിലേക്ക് മാടി വിളിപ്പിച്ച് അനുരാഗത്തോടെ ആലിംഗനം ചെയ്ത് പ്രതിധ്വാനമുയർത്തുന്ന പ്രവാചക പരിശ്രേഷ്ഠരെ, അവിടുത്തെയുടെ വാതിൽപ്പടിയിൽ നിന്ന് പരിജ്ഞാനത്തിന്റെ പ്രപഞ്ചങ്ങളെ ഏറ്റെടുത്ത മഹാത്മാക്കളാണ് 4 മദ്ഹബിന്റെ ഇമാമുകളും. അതുകൊണ്ട് ആ ഇമാമുകളുടെ വൈജ്ഞാനിക മേഖലകൾ
ആയത്തുകളെ ഉൾക്കൊണ്ട് അല്ലാഹുവിലേക്ക് അടുക്കാനാണ് മുഅ്മിനീങ്ങളെ നമ്മൾ ശ്രമിക്കേണ്ടത്. അതുകൊണ്ട് അവരുടെ വൈജ്ഞാനിക വ്യാപ്തിയെ നമ്മൾ ഉൾക്കൊള്ളണം. ശാഫി ഇമാം തങ്ങളുടെ ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു ചാപ്റ്റർ പോലും പൂർണ്ണമായി പറയാൻ ഈ 2 ദിവസവും എനിക്ക് കഴിഞ്ഞിട്ടില്ല. ഇൻഷാ അല്ലാഹ് നാളെ കൂടെ നമുക്ക് ശാഫി ഇമാമിനോടൊപ്പം കൂടാം. അല്പം കൂടി മഹാത്മാവിന്റെ അവദാനങ്ങൾ ആലപിക്കാം, പ്രകീർത്തനങ്ങൾ പറയാം. ആ മഹാനായ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു അതാ പരിശുദ്ധമായ റമളാനായാൽ ഖുർആൻ 2 തവണ ഖത്മാക്കിയില്ലേ? ഉമ്മമാരെ, സഹോദരിമാരെ, ഇത്രയും വലിയ വൈജ്ഞാനിക ചർച്ചകൾ നടത്തിയ ശാഫി ഇമാം തങ്ങൾ വീട്ടിൽ കൊണ്ടുവരുന്നതോ വേലയ്ക്കു നിൽക്കുന്ന അന്യപുരുഷൻ പോലും സ്ത്രീകളെ കണ്ടുകൂടാ. അതുകൊണ്ട് വേലയ്ക്ക് നിർത്തുന്നത് ചെറിയ പ്രായപൂർത്തിയാകാത്ത മക്കളെയാണ്. കാരണം അന്യ സ്ത്രീകളെന്ന നിലയ്ക്ക് അവർക്ക് നമ്മുടെ ഭാര്യയോ അല്ലെങ്കിൽ പെൺമക്കളെയോ കണ്ടുകൂടാ. അത്രയും നിഷ്ഠയുള്ള കുടുംബജീവിതമാണ് ശാഫി ഇമാം തങ്ങൾ ഇസ്ലാമിന്റെ ഭാഗമായി നമുക്ക് പകർന്നു തരുന്നത്. ആ ശാഫി ഇമാം റളിയല്ലാഹു അൻഹു പറയുകയാണ്, മാ റഅയ്തു അഹദൻ, ഞാൻ റസൂലുള്ളാഹിന്റെ കുടുംബക്കാരനാണ്. 40 ലക്ഷത്തിലേറെ ഹദീസ് കണ്ടയാളാണ്. മക്കയിലെ വൈജ്ഞാനിക പ്രഭവികളിൽ നിന്ന് പഠിച്ചയാളാണ്. മദീനയിലെ മാലിക് ഇമാമിന്റെ ശിഷ്യനാണ്. അതുപോലെ മുഹമ്മദ് ബിൻ ഹസൻ ശൈബാനിയുടെ ശിഷ്യനാണ്. അതുപോലെ ആ കാലഘട്ടത്തിലെ വൈജ്ഞാനിക സ്രോതസ്സുകളുടെ മുഴുവനും കൂട്ടുകാരനാണ്. എന്നിട്ട് ഞാൻ കണ്ടിട്ടില്ല റസൂലുള്ളാഹിന്റെ ഏതെങ്കിലും ഒരു ഭാര്യയോ ഏതെങ്കിലും ഒരു പുത്രിയോ ജുമുഅക്കോ ജമാഅത്തിനോ പള്ളിയിലേക്ക് പോയതായി ഞാൻ കണ്ടിട്ടേ ഇല്ല. അബൂ ഹനീഫ ഇമാം തങ്ങളുടെ ഭാര്യ പോയിട്ടില്ല, ഷാഫിഈ ഇമാമിന്റെ ഭാര്യ പോയിട്ടില്ല, അഹ്മദ് ബിൻ ഹംബൽ തങ്ങളുടെ ഭാര്യ പോയിട്ടില്ല, മാലിക് ഇമാമിന്റെ മകളോ ഭാര്യയോ പോയിട്ടില്ല. അങ്ങനെ ലോകത്ത് മാതൃകകളുടെ മണിമകുടങ്ങളായി ഉദ്ധരിക്കപ്പെടുന്ന ഏതെങ്കിലും ഒരു പണ്ഡിതന്റെ ഭാര്യയോ പെൺമക്കളോ ജുമുഅ ജമാഅത്തുകൾക്കോ തറാവീഹുകൾക്കോ പള്ളിയിലേക്ക് പോയിട്ടില്ല. കാരണം എന്താണ്? ഖുർആനിന്റെ ഭാഷ എത്ര മനോഹരമാണ്, ഹദീസിന്റെ ഭാഷ എത്ര മനോഹരമാണ്. റസൂലുള്ള പറയുന്ന 2 പ്രയോഗങ്ങൾ പറഞ്ഞ് ഞാൻ നിർത്തിക്കോളാം. ലാ സ്വലാത്ത ലിജാരിൽ മസ്ജിദി ഇല്ലാ ഫിൽ മസ്ജിദി, പള്ളിയുടെ അയൽവാസിയായ പുരുഷന് പള്ളിയിലല്ലാതെ നിസ്കാരമില്ല. അപ്പോൾ പള്ളിയുടെ അയൽവാസിയായ പുരുഷൻ പള്ളിയിൽ തന്നെ നിസ്കരിച്ചു കൊള്ളണം. അതേ സ്ഥലത്തു തന്നെ റസൂലുള്ളാഹി തങ്ങൾ വേറെ വിശദീകരിച്ചില്ലേ? പള്ളിയിലേക്ക് പുരുഷന്മാര് പോകുമ്പോ പെണ്ണുങ്ങൾക്ക് മനസ്സിലൊരു വിചാരമുണ്ടാകും, പടച്ചവനെ പള്ളി പോയ കൂലി ഞങ്ങൾക്ക് കിട്ടൂലല്ലോ, ഞങ്ങളിങ്ങനെ ചപ്പാത്തിയും പൊറോട്ടയും സമൂസയൊക്കെ ഉണ്ടാക്കി വീട്ടിൽ നിന്നാ മതിയോ എന്ന് പെണ്ണിന്റെ മനസ്സിൽ ഒരു വിഷമം വരാം. അവിടെ റസൂലുള്ളാഹിന്റെ പ്രയോഗം അബൂബക്കർ നൂറുദ്ദീനുൽ ഹൈസമി മജ്മഉ സവായിദിൽ പറയുന്നില്ലേ? ഖൈറു മസാജിദിൻ നിസാഇ, പെണ്ണുങ്ങൾക്ക് പള്ളിയിൽ നിസ്കരിച്ച ഏറ്റവും നല്ല കൂലി കിട്ടണമെങ്കിൽ ഖൈറു ബുയൂതിഹിന്ന, വീടിന്റെ അകത്തളത്തിൽ നിസ്കരിക്കുമ്പോഴാണ് പള്ളിയിൽ പുരുഷൻ നിസ്കരിച്ച കൂലി പെണ്ണിനു കിട്ടുന്നത്. പുരുഷന് വീട്ടിൽ നിസ്കരിച്ചാൽ പള്ളിയിൽ നിസ്കരിച്ച കൂലിയില്ല. പെണ്ണ് വീടിന്റെ ഉള്ളിൽ നിസ്കരിച്ചാൽ പള്ളിയിൽ നിസ്കരിച്ചതുപോലെയുള്ള കൂലിയാണ്. അല്ലെങ്കിൽ റസൂലുള്ളാഹിക്ക് ഇങ്ങനെയും പറയാമായിരുന്നില്ലേ? പെണ്ണ് നിസ്കരിക്കേണ്ടത് വീട്ടിന്റെ ഉള്ളിലാണെന്ന്. പക്ഷേ ആ ആക്യുറേറ്റ് പ്രയോഗമാണ് ഖൈറു മസാജിദിൻ നിസായി, പെണ്ണുങ്ങൾക്ക് പള്ളിയിൽ പോകണമെന്ന ആശയുണ്ടാകാം. മോളെ, നിന്റെ ഏറ്റവും നല്ല പള്ളി, പള്ളിയിൽ നിസ്കരിച്ച കൂലി കിട്ടാനുള്ള സ്ഥലമേതാണ്? ഖൈറു ബുയൂതിഹിന്ന, വീടിന്റെ ഉള്ളിലാണ്.
ഇത് ഹബീബ് പ്രഖ്യാപിച്ചതാണ്, റസൂലുള്ള തിരുവരുൾ നടത്തിയതാണ്. അതാണ് ഇമാമുന ശാഫഈ തങ്ങൾ പറഞ്ഞത്, മാ റഅയ്തു അഹദൻ, ഒരു ആളെയും റസൂലുള്ളാഹിന്റെ കുടുംബത്തിൽ നിന്ന് ഭാര്യമാരെയോ പെൺമക്കളെയോ ഞാൻ കണ്ടിട്ടില്ല അവര് ജുമുഅ ജമാഅത്തുകൾക്ക് പള്ളിയിലേക്ക് വരുന്നതായി. അതുകൊണ്ട് മഹാന്മാരായ ഇമാമുകളുടെ ജീവിതത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് അവര് പോയ സ്വർഗത്തിലേക്ക് പോകാൻ, അവരുടെ ഭാര്യമാര് പോയ സ്വർഗത്തിലേക്ക് പോകാനാണ് മുഅ്മിനീങ്ങളെ നമ്മൾ അധ്വാനിക്കേണ്ടത്. ആ നിലയിൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട്, അതുപോലെ ഇമാമീങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തിയാൽ ഇൻഷാ അല്ലാഹ് ഫറാദീസുൽ ജിനാനി ലനാ ഖറാറൂ. ശാഫി ഇമാമിൽ നിന്ന് പാഠം ഉൾക്കൊള്ളേണ്ട ഒന്നാമത്തേത് നമ്മൾ ഇൽമ് പഠിക്കണമെന്നാണ്. രണ്ടാമത്തേത് നമ്മൾ ഇബാദത്ത് ചെയ്യണമെന്നാണ്. മൂന്നാമത്തേത് നമ്മൾ ഖുർആൻ പാരായണത്തിൽ സത്വര ശ്രദ്ധ വേണമെന്നാണ്. നാലാമത്തെ ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞു ഞാൻ നിർത്തട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റമളാനിന്റെ അവസാനത്തെ പത്തായാൽ ശദ്ദൽ മിഅ്സറ, അരത്തുണി മുറുക്കിയെടുത്തു. വൈഖളഹു, വീട്ടുകാരെ മുഴുവനും ഉണർത്തി സ്വലാത്തി തഹജ്ജുദി, തഹജ്ജുദ് നിസ്കരിക്കാൻ വേണ്ടി പറയാൻ. എന്നിട്ട് അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പള്ളിയിൽ ഇഅ്തികാഫിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലാ നിലയിലും അവിടുന്ന് ഉണർന്നെഴുന്നേറ്റ് പ്രവർത്തിക്കുന്ന പത്താണ്. ധർമ്മങ്ങളും ദാനങ്ങളും എല്ലാം ചെയ്യുന്ന പത്താണ്. അതുകൊണ്ട് ഈ റമളാനിന്റെ പുണ്യദിനരാത്രങ്ങളിൽ നിങ്ങളും ദാനധർമ്മങ്ങൾ ചെയ്താൽ അല്ലാഹു തആല ബറക്കത്ത് ചെയ്യുമെന്നാണ് ശാഫഈ ഇമാമിന്റെ റമളാനിലെ പ്രത്യേകമായ പാഠം. അല്ലാഹു തആല സൽക്കർമ്മങ്ങൾ അധികരിപ്പിക്കാൻ തൗഫീഖ് തരട്ടെ. മുഅ്മിനീങ്ങൾ എല്ലാം എഴുന്നേറ്റ് ഒരു 5 മിനിറ്റ് നിൽക്കാമല്ലോ ഇൻഷാ അല്ലാഹ്. നമുക്കൊരൊറ്റ കാര്യം കൂടി പറഞ്ഞ് സ്വലാത്തു ചൊല്ലി പിരിയാമല്ലോ. ശാഫി ഇമാമിന്റെ വിശാലമായ ജീവചരിത്രത്തെ എനിക്ക് പറഞ്ഞു തീർക്കാൻ കഴിയില്ല, ഇമാമുകൾ എഴുതി തീർത്തിട്ടില്ല. അതുകൊണ്ട് അതിൻ്റെ ശകലങ്ങൾ മാത്രമാണ് ഇവിടെ പറയുന്നത്. അത് കേൾക്കാനും അറിയാനും ഉൾക്കൊള്ളാനും മാതൃകകളായി ജീവിതത്തിൽ ഏറ്റെടുക്കാനും അല്ലാഹു തൗഫീഖ് തരട്ടെ. അതാ ശാഫി ഇമാം റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് വരികയാണ് പെരുന്നാളായി. അവിടുന്ന് വമലഅത് ഫറഹുൽ അർജാ, പെരുന്നാളിന്റെ സന്തോഷം എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുകയാണ്. വലൈസ ഇൻദ ശാഫഈ ദീനാറുൻ വലാ ദിർഹം, മഹാനവറുകളുടെ കയ്യിൽ യാതൊരു ക്യാഷുമില്ല ചെലവഴിക്കാൻ. കാരണം അവരുടെ ഊർജം ഇൽമിന് വേണ്ടി മാറ്റിവെച്ചതാണ്. കച്ചവടത്തിന് പോകേണ്ട നേരത്തെ ഇൽമു പഠിച്ചവരാണ്. അതുപോലെ കമ്പോളത്തിൽ പോകേണ്ട നേരത്തെ കിതാബോദിയവരാണ്. അപ്പൊ കമ്പോളത്തിൽ പോയ ആൾക്ക് കിട്ടിയത് ഏതായാലും കിതാബോദിയാക്ക് ആ സമയത്ത് കിട്ടൂലല്ലോ. അപ്പോൾ ഉമറാക്കൾ മനസ്സിലാക്കേണ്ട ഒരു പാഠമുണ്ട്. ഉലമാക്കൾ നിങ്ങളെപ്പോലെ ബിസിനസ് നടത്തേണ്ട സമയത്ത് ഇൽമു പഠിച്ചവരാണ്. അവരും നിങ്ങളെപ്പോലെ ബിസിനസ് നടത്തിയെങ്കിൽ കയ്യിൽ ക്യാഷ് ഉണ്ടാകുമായിരുന്നു, പക്ഷേ നാട്ടിൽ ഇൽമുണ്ടാകുമായിരുന്നില്ല. അതുകൊണ്ട് ദീനീ സംരംഭങ്ങളെ മുഴുവനും സഹായിക്കണം. ഞാൻ ഇന്ന് തിരൂരിൽ വെച്ചുകൊണ്ടും ഒരു വിഷയം അവതരിപ്പിക്കുന്നതിൻ്റെ ഇടയിൽ പറഞ്ഞു, നമ്മുടെ ആലിമീങ്ങൾ രാഷ്ട്രീയത്തിലായിരുന്നെങ്കിൽ അവർ പ്രധാനമന്ത്രിയാകേണ്ട സമയം കഴിഞ്ഞു. ആ ഊർജമാണ് അവർ ദീനിനു വേണ്ടി ചെലവഴിച്ചത്. ആ സംഘാടന ശേഷിയാണ് പ്രസ്ഥാനത്തിന് വേണ്ടി അവർ വിനിയോഗിച്ചത്. ആ ചിന്തയും ബുദ്ധിയും ശേഷിയും ശേമുഷിയുമാണ് അള്ളാന്റെ ദീനിനു വേണ്ടി അവർ വഖഫ് ചെയ്തത്. അല്ലെങ്കിൽ അവർക്കും വേണമെങ്കിൽ പൊളിറ്റിക്സിൽ കയറാമായിരുന്നു. ഇന്നത്തെ പല മന്ത്രിമാരുടെയും മേലെ പ്രൈം മിനിസ്റ്റർ ആകാമായിരുന്നു. ആ ദിശണയാണ് അവർ ദീനിനു വേണ്ടി ഹദിയ ചെയ്തത്. അതുകൊണ്ട് നമ്മൾ അവരുടെ സേവനത്തിന് സഹായികളാകണം.
അവരുടെ പ്രവർത്തനത്തിന് കൂട്ടാളികളാകണം. പിന്നെ ഇവിടെ മന്ത്രിമാരാകുന്നവർ അവരുടെ വലിപ്പത്തിനാണ് മന്ത്രിയായത്. ആലിമീങ്ങൾ ചെയ്യുന്ന സേവനം അവർ വലുതാകാനല്ല, യതീമുകൾ നന്നാകാനാണ്, മിസ്കീന്മാര് ജീവിക്കാനാണ്, മുത്തഅല്ലിമീങ്ങൾ ഉണ്ടാകാനാണ്. ഇവിടത്തെ എല്ലാ മന്ത്രിമാർക്കും ഒരുപാട് കമ്പനികളിൽ ഷെയറുണ്ട്, ഒരുപാട് വലിയ വലിയ മുതലാളിമാരാണ്. അവർ മന്ത്രിയായാൽ നേട്ടം മന്ത്രിക്ക് തന്നെയാണ് കൂടുതൽ. നാട്ടിനുള്ള നേട്ടം വിനിയോഗത്തിൻ്റെ ഒരു റോള് മാത്രമേ അവർക്കുള്ളൂ. അതും കൃത്യമായി അവർ ചെയ്തു കൊള്ളണമെന്നില്ല. അതേ സമയത്ത് നമ്മുടെ ഉലമാക്കളുടെ യാത്ര ഈ മില്ലത്തിനു വേണ്ടിയാണ്. അല്ലാതെ ഇന്ന നാട്ടിൽ പോയി ഇന്ന രാജ്യത്ത് പോയി എന്ന് അവരുടെ ഡയറിയിൽ എഴുതാനല്ല. അവര് UAE-യിൽ പോയത് ഇവിടെ ദീന് നടത്താനും അവിടെ ഉലമാക്കളോടൊപ്പം ചർച്ച ചെയ്യാനുമാണ്. അവര് മൊറോക്കോയിൽ പോയത് മുസ്ലിമീങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടിയാണ്. ഇതുപോലെ നമ്മുടെ ആലിമീങ്ങളുടെ ജുഹുദുകൾ മുഴുവനും പരിശ്രമങ്ങൾ മുഴുവനും ഈ മില്ലത്തിന് ഉയർത്താനാണ്, ഈ സമുദായത്തെ വളർത്താനാണ്, അവർക്ക് വലുതാകാനല്ല. അപ്പോൾ അവരുടെ ഇഖ്ലാസ് മനസ്സിലാക്കി നാം അവരുടെ വലതും ഇടതുമായി നിന്ന് വേണ്ട സേവനങ്ങൾ ചെയ്തു കൊടുക്കണം. അതുപോലെയാണ് ഇമാമുന ശാഫഈ തങ്ങൾക്ക് പെരുന്നാളായപ്പോൾ ലൈസ ഇൻദ ശാഫഈ ദീനാറുൻ വലാ ദിർഹമുൻ, കയ്യിലൊരു ചില്ലറയുമില്ല. കൂട്ടുകാരിലെ അടുക്കൽ നിന്നെങ്ങാനും വല്ലതും സംഘടിപ്പിക്കാൻ ഭാര്യ നിർദ്ദേശിച്ചു. അങ്ങനെ 70 ദീനാർ മഹാനായ ശാഫി ഇമാം റളിയല്ലാഹു അൻഹു വാങ്ങിക്കൊണ്ടുവരുമ്പോഴാണ് ഒരാൾ വിളിക്കുന്നു, അല്ലയോ ശാഫി, റജുലുൻ മിൻ ഖുറൈശിൻ യസ്തകീ ഇലൈഹിൽ ഹാജ, എനിക്കൊരാവശ്യമുണ്ട്, നിറവേറ്റി തരണമെന്ന് ശാഫി ഇമാമിനോട് പറഞ്ഞു. ഫഖാല ലഹു ശാഫിയ്യോ, ശാഫി ഇമാം പറഞ്ഞു, നിനക്ക് എത്ര വേണ്ടെന്ന് വെച്ചാൽ എടുത്തോ. ഉടനെ ആ ആഗതൻ പറയുകയാണ്, ഇപ്പൊ നിങ്ങളുടെ കയ്യിലുള്ളത് മുഴുവൻ ഇങ്ങ് തന്നാലും എനിക്ക് തികയൂല എന്ന് പറഞ്ഞപ്പോൾ നീ മുഴുവനും എടുത്തോ. ശാഫി ഇമാം തങ്ങൾ അത് മുഴുവനും കൊടുത്തു. ശാഫി ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ ഒന്നുമില്ല, വന്നയാൾക്ക് കൊടുത്തു വിട്ടതാണ്. കാരണം വലിയുപ്പയും വലിയുമ്മയും പണ്ട് യഖാഫൂന യൗമൻ കാന ശർറുഹു മുസ്തതീറാ, ഖിയാമത്ത് നാളിനെ പേടിച്ചിട്ട് പട്ടിണി കിടന്ന വാപ്പാന്റെ ഉമ്മാന്റെ മക്കളാണ്. ആ നിലയ്ക്ക് ദാനം കൊടുത്തവരാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഖാല ശാഫിയ്യോ റളിയല്ലാഹു അൻഹു പറയാണ്, ഫബൈനമാ അന ഫീ മൻസിലി ഇദ് അതാനി റസൂലുൽ ബർമക്കി ജഅഫർ ബിൻ യഹ്യ. അങ്ങനെ ഇതൊന്നും ഞാൻ ആരോടും പറഞ്ഞില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ജഅഫർ ബിൻ മുഹമ്മദ് യഹ്യൽ ബർമക്കി വന്നിട്ട് വിളിക്കുന്നു, ഭരണാധികാരി, നാട്ടുകാരനവർ നിങ്ങളെ വിളിക്കുന്നുണ്ടെന്ന് കാണണേ. രാത്രിയായപ്പോ വിളിക്കുകയാണ്. ശാഫി ഇമാം തങ്ങൾ ചോദിക്കുന്നു, മാ ശഅനുക ഫീ ഹാദിഹിൽ ലൈല, ഈ രാത്രി ഇപ്പൊ എന്നെ എന്തിനാണ് വിളിക്കുന്നത് എന്ന് ചോദിച്ചിട്ട് ചെല്ലുമ്പോ പറയാണ്, യഹ്തിഫുലി ഹാതിഫുൻ യഖൂൽ അശ്ശാഫിഈ അശ്ശാഫിഈ അശ്ശാഫിഈ. ഞാൻ ഉറങ്ങാൻ കിടക്കുമ്പോ അതാ ഷാഫിഈ 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 എന്ന് വിളിക്കുന്നുണ്ട്. ഷാഫി ഇമാമിനെ നോക്കണേ, ഷാഫി ഇമാമിനെ നോക്കണേ എന്ന് വിളിക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് ഉറക്കം വരുന്നില്ല. ഫഅഖ്ബിർനീ ബിഅംദിക, ഇന്നെന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞോ. അപ്പൊ ഷാഫി ഇമാം പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് പറയാതിരിക്കാൻ വയ്യ. പെരുന്നാൾ ആഘോഷിക്കാൻ എൻ്റെ കയ്യിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. തൽക്കാലം സംഘടിപ്പിച്ച ദീനാറും കൊണ്ടുവരുമ്പോൾ ഒരാവശ്യക്കാരൻ വന്നു, അയാൾക്ക് കൊടുത്തു. എൻ്റെ കയ്യിൽ ഒന്നുമില്ലാതെ ഞാൻ സമാധാനിച്ചു. അപ്പോൾ പറഞ്ഞു, അതുകൊണ്ട് അല്ലാഹുവിൻ്റെ ഉണർത്തലാണ് നിങ്ങളെ പരിഗണിക്കാൻ. അതുകൊണ്ട് ആവശ്യമുള്ള സ്വത്ത് പിടിച്ചോ.
അഅ്തനി അൽഫൈ ദിനാർ, 2000 ദിനാർ എന്റെ കയ്യിലേക്ക് തരുന്നു. ഓ ശാഫിഈ, കൊണ്ടുപോയിക്കോ, നിങ്ങളുടെ ആവശ്യം നിറവേറ്റിക്കോ. അതുകൊണ്ട് നമ്മൾ വ്യയം ചെയ്യുന്നവരാകണം, അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നവരാകണം. നാളെ മരിക്കുമെന്ന ബോധം വേണം. ഈമാനോടെ ജീവിച്ച് ഈമാനോടെ മരിക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അവസാന ലോകത്തിന്റെ നേതാവ് ഹബീബ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിളിക്കുന്ന സ്വാലിഹീങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി തരട്ടെ. या रसूल अल्लाह दा नारा लगाओ गज गज के है तेरे आका पे पढ़ो सारे दुरूद रज रज के है या रसूल अल्लाह दा नारा लगाओ गज गज के गज गज के है या रसूल अल्लाह दा नारा. ഇസ്ലാമിക് സീഡികളുടെ വിപുലമായ ശേഖരം ഫ്യൂച്ചർ ഗ്രൂപ്പ് ആൻഡ് മദീന മീഡിയ, മർക്കസ് കോംപ്ലക്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. ഫോൺ 9995997778 9605999900 944 7351 432.